ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും സാധാരണ പച്ചവെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴക്കുമ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം അധികമായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് അധികമായി പോകും. കുറേശ്ശെ ചേർത്തിട്ട് വേണം കേട്ടോ കുഴക്കാൻ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും ഷേപ്പിലാക്കണമെങ്കിൽ കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ പണിയാണ്. അപ്പോൾ ഇങ്ങനെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നിച്ചുകൊണ്ട് ഒട്ടിപ്പിടിച്ചു പോവും. കുഴപ്പമൊന്നുമില്ല, നമ്മളത് വെന്ത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നിൽക്കണം. അതിലും നല്ലത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇത് ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ഈ ഗോതമ്പ് പൊടി നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. 3 മിനിറ്റൊക്കെ മതിയാകും. അപ്പോൾ ഇതാദ്യം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ തിന്നായിട്ടാണല്ലോ, നമ്മൾ നല്ല കട്ടിയിലൊന്നല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഞാനിവിടെ ഇത് ഓരോന്നും ഊറ്റിയെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിടി ക്യാബേജ് നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ അത് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് പോകണ്ട. അപ്പോൾ ഇതാ ഞാനൊന്ന് കണ്ണ് തെറ്റിയപ്പോഴേക്കും ഇത് ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, കളറൊന്ന് മാറിയിട്ടുണ്ട്. സവാളയും ക്യാബേജും ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു തക്കാളി അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി അരച്ചെടുത്തതുകൊണ്ട് തന്നെ നല്ലൊരു റോ സ്മെൽ ഉണ്ടാവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് 2 മിനിറ്റോളം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ. ചിക്കൻ ഫ്ലേവറിലുള്ളതാണ്. കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നൂഡിൽസൊക്കെ കഴിക്കുന്ന അതുപോലെ തന്നെ അവരിത് കഴിച്ചോളൂ കേട്ടോ. അവർക്ക് നല്ല പോലെ ഇഷ്ടമാവും. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ധൈര്യമായിട്ട് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മാഗി ക്യൂബും പിന്നെ ഈ ടൊമാറ്റോ സോസുമാണ് പുറത്തുനിന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്തത്. എന്തായാലും നൂഡിൽസിനേക്കാളൊക്കെ ഹെൽത്തി തന്നെയാണ് ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ ആ ഒരു വേവിച്ച ഗോതമ്പ് പൊടിയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ നല്ല പോലെ മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. 2 മിനിറ്റ് മൂടി വെച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർത്തിളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല പോലെ ഇഷ്ടമാവും കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വരെ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടിയാണ്, കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.